വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. അടുത്ത മാസം 2-ാം തീയതി മുതൽ എനി ടൈം ന്യൂസിൻ്റെ ന്യൂസ് റൗണ്ടപ്പ് എന്ന പ്രോഗ്രാം തുടങ്ങിയാണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് വടക്കാഞ്ചേരിയിലെ എല്ലാ വാർത്തകളും ഒരേ സമയത്ത് കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. എല്ലാ പ്രേക്ഷകരും വാർത്ത ശ്രദ്ധിക്കുന്നതിനും നാട്ടിലുണ്ടാകുന്ന സംഭവവികാസങ്ങൾ അറിയുന്നതിനും വാർത്ത കാണാൻ ശ്രമിക്കേണ്ടതാണ്. എനി ടൈം ന്യൂസ് റൗണ്ടപ്പിന് എല്ലാവിധ ആശംസകളും വടക്കാഞ്ചേരി ആക്സും മാണി സൺസും നേർന്നുകൊള്ളുന്നു. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. കേരള കലാമണ്ഡലത്തിലെ രംഗകലാ മ്യൂസിയം പണിതീരാത്ത പുരാവസ്തുവായി മാറി. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത രംഗകലാ മ്യൂസിയം ഇപ്പോൾ നോക്കുകുത്തിയാണ്. ദക്ഷിണേന്ത്യൻ കലാരൂപങ്ങളുടെ പ്രദർശനത്തിനും കലാരൂപങ്ങളുടെ നിശ്ചല രൂപങ്ങൾ സ്ഥാപിക്കാനുമാണ് കലാമണ്ഡലത്തിൽ ദക്ഷിണേന്ത്യൻ രംഗകലാ മ്യൂസിയം നിർമ്മിച്ചത്. 40,000 ചതുരശ്ര അടിയിൽ 3 നിലകളിൽ 7 വർഷം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ പ്രവർത്തനം സജ്ജമാകും മുമ്പേ കാട് പിടിച്ച പുരാവസ്തു ശോഷിപ്പാകാനാണ് ഈ കെട്ടിടത്തിന്റെ ദുർവിധി. അടിസ്ഥാന സൗകര്യമൊരുക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. 2012 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 2014 നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അന്ന് വൈസ് ചാൻസലറായിരുന്ന PN സുരേഷിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവൃത്തികൾ. ഇതിനായി കെട്ടിടത്തിനുള്ളിൽ ഇന്റീരിയർ സജ്ജീകരിക്കലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടത്താനായില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലയളവിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി AK ബാലൻ മ്യൂസിയം പ്രവർത്തിപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല. കലാമണ്ഡലത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി രജിസ്ട്രാർ ഇല്ല. ഇതുമൂലം സാംസ്കാരിക വകുപ്പുമായുള്ള ആശയവിനിമയം വേണ്ട രീതിയിൽ നടക്കുന്നുമില്ല. കലാമണ്ഡലം സന്ദർശിച്ച സുരേഷ് ഗോപി MP മ്യൂസിയം പ്രവർത്തിപ്പിക്കാനായി കേന്ദ്ര സഹായം അനുവദിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്നറിയിച്ചിരുന്നു. അതിനിടെ ഇതിനു മുന്നിൽ മാലിന്യവും നിക്ഷേപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വള്ളത്തോൾ നാരായണമേനോന്റെ പേരിൽ സ്ഥാപിതമായ കലാമണ്ഡലം ക്യാമ്പസിലുള്ള ഈ സ്ഥാപനം നാശത്തിന്റെ വക്കിലാണ്. കലാകേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന രംഗകലാ മ്യൂസിയം പ്രവർത്തിപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.